എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സ് ആണ്. ഈ ഒരു ചൂട് സമയത്ത് നോമ്പിനൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള 2 ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിക്ക് വേണം കേട്ടോ വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഇട്ട് വേവിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം ഈ ഒരു വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കണേ, അല്ലെങ്കിൽ ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പഴവും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യമേ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ച് വെച്ചിരുന്ന ഈ 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം കട്ട് ചെയ്തൊന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 250 ml പാല് ഞാൻ നല്ല പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കട്ടയാക്കിയിട്ടെടുത്താണ്. അപ്പോൾ പാല് കട്ടയാക്കി ഇതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം 2 ഈന്തപ്പഴം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഈന്തപ്പഴം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആയിരിക്കണം, എങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം ആണെങ്കിൽ നമ്മൾ പാലിലോ വെള്ളത്തിലോ ഇട്ടൊന്ന് കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതങ്ങ് അരിഞ്ഞ് കിട്ടത്തില്ല. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ നല്ല തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ പച്ചപ്പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിന് ചൂടാറിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 സ്കൂപ്പ് അളവിൽ വാനില ഐസ്ക്രീമും കൂടി ഇട്ടൊന്ന് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ലാസ്റ്റ് ഇട്ടൊന്ന് അടിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ വാനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ചെടുത്ത ക്യാരറ്റും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. രണ്ടാമത് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഷമാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയൊന്നും വേണ്ട കേട്ടോ, 1 കപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഒരു ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അളവിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ഷമാമ് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇതുപോലെ നല്ല തണുത്ത 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 250 ml പാല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ കട്ടയാക്കിയിട്ടെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ ഞാൻ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം രണ്ടാമത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത് ഒരു വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 2 ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുത്ത ഒരു ക്യാരറ്റിൻ്റെ കൂടെ നമ്മളൊരു നേന്ത്രപ്പഴം വെച്ചടിച്ചതും ഒരു ഷമാമ് വെച്ചടിച്ചതും 2 നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു ചൂടിന് നോമ്പ് സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ 2 അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.